മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. എന്നാൽ സിനിമയ്ക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വിവാദത്തിന് പിന്നാലെ സിനിമയിൽ 17 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. വില്ലന്റെ പേര് മാറ്റുമെന്നും ചില ഡയലോഗുകൾ മ്യൂട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ചിത്രം റീ എഡിറ്റ് ചെയ്ത് എത്തുന്നതിന് മുൻപ് പഴയ പതിപ്പ് കാണാൻ തിയേറ്ററിൽ വൻ തിരക്കാണ്. പുതിയ പതിപ്പ് വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇന്നും നാളെയും അവധി ദിവസങ്ങളായതിനാൽ പ്രധാന നഗരങ്ങളിലെ തിയേറ്ററുകളെല്ലാം വൻ തിരക്കാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ രംഗങ്ങൾ, കലാപത്തിലെ ചില രംഗങ്ങൾ തുടങ്ങിയവയാണ് ഒഴിവാക്കുന്നത്. നിർബന്ധിത റീസെൻസറിംഗ് അല്ല, മറിച്ച് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സ്വയം സിനിമയിൽ ചില വെട്ടിത്തിരുത്തലുകൾ നടത്തിക്കൊണ്ട് പരിഷ്കരിച്ച ഒരു പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഒരു വോളണ്ടറി മോഡിഫൈഡ് കോപ്പി ആയിരിക്കും ആന്റണി പെരുമ്പാവൂർ സെൻസർ ബോർഡിന് മുൻപാകെ സമർപ്പിക്കുക. നാളെയും മറ്റന്നാളും സെൻസർ ബോർഡ് അവധിയായതിനാൽ ചൊവ്വാഴ്ചയായിരിക്കും ഈ വിഷയം ഇനി സെൻസർ ബോർഡ് പരിഗണനയിൽ എത്തുക. അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും പുതിയ പതിപ്പ് പുറത്തിറങ്ങുക. അതേസമയം ബോക്സ് ഓഫീസിൽ എമ്പുരാൻ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇതിനകം 100 കോടി ചിത്രം നേടി. ഇപ്പോൾ മറ്റൊരു റെക്കോർഡും സിനിമ നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമ ബുക്ക് മൈ ഷോയിലൂടെ നടത്തിയിരിക്കുന്നത്. 345.11K ടിക്കറ്റ് ആണ് വിറ്റത്. ഓവർസീസിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി എമ്പുരാൻ മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം എമ്പുരാനെ പിന്തുണച്ചും എതിർത്തും ധാരാളം ആളുകൾ രംഗത്ത് എത്തുന്നുണ്ട്. കലയും സാഹിത്യവും സിനിമയും നാടകവും ഒക്കെ അതത് കാലത്തോടുള്ള മനുഷ്യരുടെ സ്വാഭാവിക പ്രതികരണങ്ങളാണ്. ഇത്തരം കലാരൂപങ്ങളിലൂടെ ഉയർന്നു വരുന്ന സാമൂഹിക വിമർശനങ്ങളെ ഉൾക്കൊണ്ടും അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജനാധിപത്യം സാധ്യമാവുന്നത്. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത കലയുടെ ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരു സംഘടിത പ്രസ്ഥാനവും വളർത്തിക്കൊണ്ട് വരരുത് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രമോഷൻ ആണെന്ന് വേണം പറയാൻ. ഇത്രയും വിവാദം ഇല്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ എത്തുന്ന ആളുകൾക്ക് ചെറുതായെങ്കിലും കുറവുണ്ടാകുമായിരുന്നു. എന്നാൽ ഇത്രയ്ക്ക് വിമർശിക്കാൻ മാത്രം എന്താണ് സിനിമയിലുള്ളത് എന്ന ആകാംക്ഷ തോന്നിയ ആളുകൾ കൂടുതലായി തിയേറ്ററിൽ എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം വ്യാഴാഴ്ച കഴിഞ്ഞാൽ എന്തൊക്കെ ഭാഗങ്ങൾ മാറ്റി എന്നറിയാൻ മുൻപ് സിനിമയെ വിമർശിച്ചവർ തന്നെ വീണ്ടും സിനിമ കാണാൻ റെഡിയാവും. അത് മാത്രമല്ല, സ്കൂൾ അടച്ചാൽ സിനിമയിലെ അക്രമ സീനുകൾ വെട്ടിക്കളഞ്ഞു എന്ന ബോധ്യമുള്ളതിനാൽ കൂടുതൽ കുടുംബ പ്രേക്ഷകർ സിനിമയെ തേടിയെത്തും. അങ്ങനെ നോക്കുമ്പോൾ പടം എടുത്തവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനം സിനിമയ്ക്ക് ലഭിക്കുമെന്ന് തീർച്ചയാണ്.